ഹായ്, നമ്മൾ ഒരു 34 ഇഞ്ച് അളവിൻ്റെ ഒരു ബ്ലൗസ് വെട്ടാനാണ് നമ്മൾ നോക്കുന്നത്. അളവ് ബ്ലൗസ് വെച്ചിട്ടാണ് കേട്ടോ വെട്ടുന്നത്. അപ്പോൾ അതിൻ്റെ തുണിയും കത്രിക, സ്കെയില്, ആം ഹോൾ കർവ്, ചോക്ക് ഇതൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അളവ് ബ്ലൗസും പിന്നെ അതിൻ്റെ തയ്ക്കാനുള്ള ബ്ലൗസ് പീസുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബ്ലൗസിനെയും തുണീനെയും നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് നീറ്റാക്കി എടുക്കണം. അപ്പോഴാണ് നമുക്ക് അളവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുക. ചുക്കി ചുളിഞ്ഞൊക്കെ ഇരുന്ന നമുക്ക് അളവൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം നല്ല അയൺ ചെയ്ത് ഹുക്കെല്ലാം ഫുൾ ഹുക്കും ഇട്ടിട്ട് നമ്മൾ നീറ്റാക്കിയിട്ട് നമ്മൾ വെക്കുക. കറക്റ്റായിട്ട് നീറ്റാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് ബാക്ക് വശമാണ് ആദ്യം അളവെടുക്കുന്നത്. ബാക്ക് വശമാണ്, ഫ്രണ്ട് വശമല്ല. അപ്പോൾ ഞാൻ ഹുക്കൊക്കെ ഇട്ടതാണ് കേട്ടോ പിന്നെയും കാണിച്ചു തരുന്നത്. ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും എങ്ങനെ വെക്കണം. അതുകൊണ്ടാണ് പിന്നെയും അത് കാണിച്ചത്. ഇനി നമ്മൾ കാണിക്കേണ്ടത് ഷോൾഡറിൻ്റെ എന്ന് വെച്ചാൽ കൈക്കുഴീൻ്റെ അവിടുന്ന് ഷോൾഡറിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറക്കം എടുക്കുക. നമുക്ക് കറക്റ്റ് ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ ഏതളവിനും ഈ അളവ് തന്നെ എടുത്താൽ മതി. ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ കൂട്ടേണ്ടതൊക്കെ ഞാൻ വെട്ടുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്ന കേട്ടോ. ഇപ്പം നമ്മൾ ചെസ്റ്റ് വണ്ണം എടുക്കുകയാണ്. നമ്മൾ അപ്പുറത്തെ കൈക്കുഴിയിൽ നിന്ന് എടുത്തിട്ട് ഇവിടുന്ന് ഈ കൈക്കുഴി വരെ എന്ന് വെച്ചാൽ വലത്തെ കൈക്കുഴി തൊട്ട് ഇടത്തെ കൈക്കുഴി വരെ ഉള്ളത് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ അതിൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന അളവ് 17 ഇഞ്ചാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 34 ഇഞ്ചിൻ്റെ ആണ് തയ്ക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ പകുതി 17 ആണ്. ഇനി നമ്മൾ അടിവശം എന്ന് വെച്ചാൽ വേസ്റ്റിൻ്റെ നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം എവിടെയാണോ തീരുന്ന അവിടുത്തെ വണ്ണമാണ് എടുത്തത്. അപ്പോൾ ബാക്ക് വശത്ത് നമുക്ക് 14 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് 34 വേസ്റ്റ് 28 ആണ് കേട്ടോ ഈ ബ്ലൗസിൻ്റെ അളവ്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വശമാണ് എടുക്കുന്നത്. ഫ്രണ്ട് വശം നമ്മൾ എടുക്കുന്നതും അതേപോലെ തന്നെയാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. പിന്നെ അത് നിങ്ങൾക്കിപ്പോൾ ഏതാണോ പിന്നെ എടുക്കാനുള്ള ഈസി അതേപോലെ രണ്ടും കറക്റ്റായിട്ട് വെച്ച് നോക്കുക. അപ്പോൾ ഇത് ഞാൻ 4 വശവും ഒരേ അളവിലാണ് ഞാൻ 4 പീസും കൂട്ടൽ. അതുകൊണ്ടാണ് എനിക്കിത് ഇങ്ങനെ ചില ബ്ലൗസൊക്കെ ചിലപ്പം ഫ്രണ്ട് കുറച്ചും ബാക്ക് കൂട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും അതൊരു നന്നായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പം നമുക്ക് അടിവശവും 14 തന്നെ തോന്നി. ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതാണ്. ഇതെനിക്ക് കറക്റ്റ് ആവാറുമുണ്ട്. അധികം മിസ്റ്റേക്കുകളൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ രീതിക്കാണ് ഞാൻ ഈ അളവൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കൈയിൻ്റെ ഇറക്കമാണ് എടുക്കുന്നത്. എനിക്ക് 10 ഇഞ്ചാണ് ഈ ബ്ലൗസിലുള്ള അളവ്. ഇതെൻ്റെ കസ്റ്റമറിൻ്റെ ആണ്. ഇത് ഞാൻ അളവെടുത്ത് തയ്ച്ചു കൊടുത്ത ഒരു കസ്റ്റമറാണ്. ഇപ്പം അവർക്ക് അതേ അളവിൽ ബ്ലൗസ് വേണമെന്ന് പറഞ്ഞിട്ട് അതേ അളവ് ഈ അളവെടുക്കുന്ന ബ്ലൗസ് ഞാൻ അളവെടുത്ത് അവരുടെ ബോഡിയിൽ നിന്ന് അളവെടുത്ത് ഞാൻ തയ്ച്ചു കൊടുത്ത ബ്ലൗസാണ്. അപ്പം ഞാൻ ബോഡിയിൽ നിന്നുള്ള അളവ് വെച്ചിട്ട് നമുക്ക് വേറെ ഒന്ന് ചെയ്യാം. ഇപ്പം 7.5 ഇഞ്ചാണ് നമ്മൾ ബാക്കിലെ കൈക്കുഴീൻ്റെ അളവാണ് നമ്മൾ എടുത്തത്. അത് 7.5 ഇഞ്ചാണുള്ളത്. അപ്പം നമ്മൾ ആ 7.5 ഇഞ്ച് അതിന് റിഗാളെന്നും പറയും കൈക്കുഴി എന്നും പറയും കേട്ടോ, അല്ലെങ്കിൽ അക്കിളെന്നും പറയും. അപ്പം റിഗാളെന്നാണ് അധികവും പറയുക. അപ്പം നമ്മൾ കൈക്കുഴി എടുത്ത് ഇനി നമ്മൾ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കമാണ് എടുക്കുന്നത്. അപ്പോൾ ആ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 6 ഇഞ്ചാണ്. അപ്പോൾ കണ്ടോ, അത് താഴെ ഒരു സ്കെയിൽ വെച്ച് കൊടുക്കുക. അന്നേരം നമുക്ക് അതിലേക്ക് നമുക്ക് എടുത്താൽ മതി. താഴെ ഒരു സ്കെയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അതിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നെക്ക് പിന്നെ ബാക്ക് നെക്കിൻ്റെ ആ എന്നീന്ന് സീക്ക് ഇടാത്തതാണ് കേട്ടോ, അതൊരു അബ്രിവേഷൻ പോലെ എഴുതിയതാണ് ഞാൻ. ഇപ്പം ഷോൾഡർ 9 ഇഞ്ച്, അതും നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം എടുക്കാൻ. വലിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്, കഴുത്ത് പിന്നെ വിടർന്നു പോകുകയൊന്നും ചെയ്യരുത്. അപ്പോൾ കറക്റ്റ് നമുക്ക് 9 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പിന്നെ ഷോൾഡർ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കഴുത്തിൻ്റെ അകലമാണ്. കഴുത്ത് കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് വേണം കേട്ടോ കഴുത്തിൻ്റെയൊക്കെ അകലം എടുക്കാൻ. അകന്നു പോകുകയൊന്നും ചെയ്യരുത്. അപ്പോൾ കഴുത്തിൻ്റെ വിഡ്ത്ത് നമുക്ക് 4.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 4.5 ഇഞ്ച്. ഇനി നമ്മൾ എടുക്കാൻ പോണത് ഏറ്റവും പ്രധാനപ്പെട്ടതും ബ്ലൗസിൻ്റെ ഭംഗി കൊടുക്കുന്നതുമായിട്ടുള്ള അളവാണ്. ഇത് ഒരു കാരണവശാലും വലിച്ചു പിടിച്ചൊന്നും എടുക്കരുത്. നമ്മളിത് ക്രോസ് കട്ട് ബ്ലൗസാണ്. അതുകൊണ്ട് ഫ്രണ്ടൊക്കെ വലിച്ചു പിടിച്ചെടുത്താൽ ഒരുപാട് അളവ് വ്യത്യാസം വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് ആ തുണി ഒട്ടും വലിക്കാതെ വേണം എടുക്കാൻ. ഇത് 11.5 ഇഞ്ചാണ് നമ്മളുടെ പിന്നെ ഡാർട്ടിൻ്റെ ആ വരേൻ്റെ അവിടം വരെ. ആ 11.5 ഇഞ്ച് കാണുന്നുണ്ടല്ലോ, നമ്മുടെ കട്ടിങ് പിടിപ്പിച്ചിടം വരെ ഉള്ളതാണ് 11.5 ഇഞ്ച്. അതാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഡാർട്ടെന്നാണ് അതിന് പറയുക കപ്പിന്.
പിന്നെ ഇനി വേറെ എന്തെങ്കിലും പറയണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് പറയാറ്. ഞാൻ പഠിച്ചതും അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇനി നമ്മൾ അതിൻ്റെ വിഡ്ത്താണ് നമ്മുടെ പിന്നെ ഫ്രണ്ടിൻ്റെ വിഡ്ത്താണ് നമ്മൾ ഇട്ടേക്കുന്നത്. അത് 3.25 ഇഞ്ചാണ് വന്നത്. ആ വലിയ ടക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് 3.25 ഇഞ്ചാണ്. ഇനി നമ്മൾ എടുക്കാൻ പോണത് പടി. ആ കട്ടിങ് പടീൻ്റെയാണ്. നമ്മൾ ആ ബ്ലൗസിന് എല്ലാത്തിനും കട്ടിങ് പട്ടി എന്ന് പറയും, കട്ടിങ് പടി എന്ന് പറയും. അപ്പം അതാണ് നമുക്കിതിൽ 3 ഇഞ്ചാണുള്ളത്. നമ്മൾ ആ 3 ഇഞ്ചാണ് പിന്നെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ കട്ടിങ് പടി 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഫ്രണ്ടിൻ്റെ കഴുത്തിൻ്റെ ഇറക്കമാണ് എടുക്കുന്നത്. അതും നമ്മൾ ബാക്കിലെ കഴുത്ത് വെച്ചതുപോലെ ആ സ്കെയിൽ വെച്ചിട്ട് താഴേക്ക് എടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാം. അപ്പം 5.5 ഇഞ്ചാണ് പിന്നെ കഴുത്തിൻ്റെ ഇറക്കം. ഞാനത് പിന്നെ എഴുതിയപ്പോൾ അത് 5 ഇഞ്ചെന്നായി പോയതാണ് കേട്ടോ. 5.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം. അപ്പം അത് എഴുതിയതിൽ വന്ന മിസ്റ്റേക്കാണ് കേട്ടോ. 5 അല്ല 5.5 അപ്പോൾ ഫ്രണ്ട് നമ്മുടെ വലിയ ഡാർട്ടിൻ്റെ അളവാണ് ഇപ്പോൾ എടുത്തത്, 2.5 ഇഞ്ച്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ തുണിയിലേക്ക് ആക്കുന്നത്, ഇതിനൊക്കെ എത്ര തയ്യൽ തുമ്പ് ഇടണം, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വെട്ടുന്ന വീഡിയോ വരുന്നുണ്ട്. നമുക്കിത് മൊത്തമായിട്ട് തീരൂല. അതുകൊണ്ടാണ് പിന്നെ ഇത് 3 പാർട്ടായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഉള്ളിൽ പിടിച്ച ആ ടക്കിൻ്റെ വിഡ്ത്ത് എത്ര ഉണ്ടെന്നാണ് കേട്ടോ ഇത്. അത് 1 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും ഒക്കെ വീഡിയോസിൻ്റെ പുറകിൽ വരുന്നുണ്ട്. പിന്നെ മൊത്തം കൂടി ഇടാൻ പറ്റില്ല. അപ്പോൾ 3 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും കറക്റ്റ് പിന്നെ ബ്ലൗസിൻ്റെ അളവെടുത്ത് കറക്റ്റായിട്ട് വെച്ചോ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് അളവ്. എല്ലാവരും ചെയ്ത് വെക്ക്. താങ്ക് യു.